ഹലോ ഗൈസ്, വെൽക്കം. അപ്പൊ ചട്ടി നോമ്പ് സീരീസിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ആദ്യം തന്നെ പറയാം. എക്സാം ഉള്ളവരും ഇത് അതുള്ളവരൊക്കെ ഇത് വന്ന് കണ്ടു കേട്ട് ഇങ്ങോട്ട് നിങ്ങളെ പേര് എനിക്ക് ചീത്തയാക്കാൻ നിൽക്കണം. ആ ചെക്കന്റെ വീഡിയോ എന്താ തോറ്റുന്നത് എല്ലാവരും ആദ്യം പോയി പഠിച്ചോളി. ഇങ്ങോട്ട് ഫ്രീ ഉള്ളവർ മാത്രം ഇത് വന്ന് കണ്ടാൽ മതി. ഓക്കെ, എന്താ തുടങ്ങാം. അങ്ങനെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ അജ്മല് തൊട്ടടുത്തുന്ന ഒരു മൂലേരാണ്. അജ്മലെ മനുഷ്യരല്ല പുള്ളേ, എന്താ പോലെ മൂഡ്. അങ്ങനെ ഒരു എയർപോർട്ട് ഇന്ത്യ ചൂടില്ല, ഒരു എയർപോർട്ട് അജ്മലിന്റെ ചൂടിലാണ് കുത്തി. ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്ത്യക്ക് മെസ്സേജ് അജ്മലിന്റെ ഫാൻസിന്റെ വോയിസ് അജ്മലിന്റെ കേൾപ്പിച്ചു. അജ്മൽ അങ്ങോട്ട് പൊലിവായിട്ട് അതാണ് കാണാൻ മെയിൻ രസം, ഹൈലൈറ്റ് അതാണ്. അങ്ങനെ കോഴിക്കോട് ഇറങ്ങി നേരെ പുതിയ സ്റ്റാൻഡ് കണ്ട് പോയി. ഞങ്ങൾ അവിടെ ഇപ്പോഴത്തെ സൗജന്യ കണ്ണ് പരിശോധന കിടക്കണം. എനിക്കിതാണ് ഈ നടക്കണില്ല മക്കളെ. വ്ളോഗ് ചെയ്ത് മറ്റു ശീലമായതുകൊണ്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടി പറയാൻ എന്തെങ്കിലുമൊക്കെ ആട്ടെ വരി നോക്കാം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ ഏകദേശം 10 മണി നിൽക്കണേ. അപ്പോൾ ഓലെല്ലാവരും ഏകദേശം 1 മണിയാവും അറിയാം. എന്നെന്തിനാ ഞങ്ങൾ വെയിലുള്ള. ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള പള്ളിക്കൊക്കെയാണ് നടന്നത്. എന്ന് സ്കെച്ച് ചെയ്യാം അവിടെ. നോമ്പൊറ്റ പള്ളി പോകണം. ഞങ്ങൾ പള്ളി പോകണം, നടക്കാൻ വയ്യ. അതുകൊണ്ട് സോലത്തെ ഞാൻ ബസ് സ്റ്റാൻഡിലില്ല. അതിന് ഞങ്ങളെ കോട്ടയ്ക്ക് ബസ് അതും വേണ്ട. സോറി, ഇരുത്തണ്ടാരി അതാ നല്ലത്. ഇങ്ങനെ ഇരിക്കണ്ടാരി. അങ്ങനെ നേരെ നിസ്കരിച്ചാണ്ട് ഞങ്ങൾ നേരെ പള്ളിക്ക് പോയപ്പോൾ നിസ്കാരാവാൻ ഇനി സമയം. അതുകൊണ്ട് അജ്മൽ കേട്ട നെണ്ടിരിക്കൂലേ, നെണ്ടൊക്കെ ഈ വക്കത്തന്നെ ഇരിക്കൂല, അതേപോലെ ഇരിക്കണേ. സത്യം പറയല്ലേ, ഞാൻ ഭയങ്കര നല്ല വെയിലായിരുന്നു. ഞാനും കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി, അജ്മലോട് കിടന്നുറങ്ങി. എന്നെ കൊണ്ട് വെച്ചാ ഞാൻ അത് ഗുണ്ടാളായി നിസ്കരിച്ച ഒതെടുക്കാണ്ട് ഈ കയ്യും ഇതൊക്കെ കയറ്റിച്ചേടി യാ മൗല. അങ്ങനെ നേരം നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഹൈലൈറ്റ് മാളിൽ കണ്ടു പോയി. ഹൈലൈറ്റ് മാളിൽ പോലെ എത്തിക്കണെന്ന് വിളിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങൾ നേരെ ഇവിടുന്ന് സ്റ്റാൻഡ്, അതായത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് നേരെ ഹൈലൈറ്റ് മാൾക്ക് ഒരു ബസ് ഇട്ടു. അത് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തി. ബസ് സ്റ്റാൻഡിൽ എത്തിയപാടെ ഹൈലൈറ്റ് മാളിലേക്കുള്ള ബസ് സ്റ്റാൻഡിൽ നിർത്തുക, സ്റ്റാൻഡിന്റെ പുറത്താന്നാണ് അവിടുന്ന് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ സ്റ്റാൻഡിൽ പുറത്തേക്ക് നേരെ പോയി. പിന്നെ എനിക്ക് ആകെ സമാധാനം എന്താ, അജ്മൽ മുടി കെട്ടിയതുകൊണ്ട് പോകാൻ വല്ലാതെ ആരും തിരിച്ചറിയില്ല. മറ്റോനായിട്ട് പുറത്തു പോകാൻ പറ്റില്ല. ഓനെങ്ങനെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അത് അജ്മലല്ലേ, അത് അജ്മലല്ലേ. ഇപ്പൊ എനിക്ക് നല്ല സമാധാനം ഉണ്ട്, ഹാപ്പി. അങ്ങനെ നേരെ ബസ് കയറി പാടെ അജ്മലിന്റെ പേസെന്ന് എടുത്ത് പൈസ കൊടുക്കും. പേസെന്നല്ലാതെ വേറെ ഉടനെ എടുത്ത് പൈസ കൊടുക്കാൻ. പിന്നെ എന്ത് തേങ്ങി ബസ് കയറിയപ്പോ നല്ല രസം ഉണ്ടായി. അതായത് ഓന്റെ നാട് കോഴിക്കോടാണ്. ഓൻ ഇത്രയും കാലത്ത് ബസ് കയറ്റില്ല. അങ്ങനത്തെ ഒരു മൊയന്തിന് വേണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇവരും നമ്മളെ കൂടെ ഹൈലൈറ്റ് മാളൊക്കെ കയറിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഹൈലൈറ്റ് മാളിൽ ഓന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓലും എന്തായാലും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവരും അങ്ങോട്ട്. പിന്നെയാണ് രസം ഉണ്ടായത്, ഓനോട് മറ്റേ ബസ്സിലെ കിളി പൈസ വെച്ചു. ഓൻ ഈ പോക്കറ്റിനുള്ള തിരികെ പൈസ ഒക്കെ എടുത്തുകൊണ്ട് കിളിക്കാണ്ട് കൊടുത്ത്. പ്രത്യേക രസം എന്ന് വെച്ചാൽ ഓൻ കൊടുത്ത പൈസ ഞങ്ങൾക്ക് ബാലൻസ് ആയി തന്നത്. ആ പൈസന്റെ കോലം കണ്ടിട്ട് ആ പൈസക്ക് ആകെ ജീവല്ലാതെ നോക്കാൻ. നിങ്ങൾ ഓൻ കൊടുത്ത അതേ സെയിം നോട്ടാണ് ഞങ്ങൾക്ക് കിട്ടി. എന്താ ചെയ്യാ, ദുആ ചെയ്യാ, അല്ല എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ കുറച്ചപ്പുറത്ത് നോക്കിയാണ് ചെക്കന്മാർക്ക് വൈഫൈന്റെ പാസ്വേഡ് ആണല്ലോ. അവർക്ക് വൈഫൈ ഇല്ല, തേങ്ങയില്ല, മറ്റേ ബസ്സിലെ വൈഫൈന്റെ പാസ്വേഡ്. അങ്ങനെ ഞങ്ങൾ അരിമാലിന്റെ മുന്നിൽ ഇറങ്ങി. അവിടെ തിബി ചെക്കൻ നേരെ ചട്ടി നോമ്പാട്ടാ ഉറപ്പായി കിടക്ക്. ഓൻ ചട്ടി നോമ്പണോ നേരെ എന്തോ ജ്യൂസും കടി കയറി. നാളല്ലേ പോത്ത് പോലെ വളർന്നിട്ട് നോമ്പ് ഹൈലൈറ്റ് മാൾ കയറി. നമ്മളെ ഇൻസ്റ്റന്റ് മാരല്ലേ യൂട്യൂബ്, ഇതിൽ ഭയങ്കര ചോറാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് പാട്ടിടാൻ പറ്റില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ കോപ്പി റൈറ്റ് ചെയ്യുക, ആകെ ശബ്ദം കൊടുക്കുക, അല്ലെങ്കിൽ പക്കായിട്ട് വ്ളോഗ് ചെയ്യുക. അല്ലാതെ ഇവിടെ തേങ്ങയും പറ്റില്ല. അങ്ങനെ ഭയങ്കര ചോറുണ്ട് യൂട്യൂബിൽ. എന്നാലേ വല്ലതൊക്കെ നടക്കും, അല്ലെങ്കിൽ അക്കൗണ്ട് പോകും കോപ്പി റൈറ്റ് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും നേരെ അയൽമണ്ണിന്റെ ഉള്ളിൽ. അങ്ങനെ പ്രശസ്ത ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി അൻഫാസ് ഉണ്ട് വന്നത്. അൻഫാസിനെ കണ്ടെങ്കിൽ ഓൻ ഏതോ റീലൊക്കെ എടുത്ത് കിറങ്ങി വരണം. ഓൻ വന്നാളെ വേണ്ടിട്ട് ആ മുടി ആദ്യം ഒന്ന് ഇതാക്കും, ഇളക്കും, ഇങ്ങോട്ട് അങ്ങനെ നിൽക്കും. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വാത്തോർന്ന് പറയും, എടാ എന്തുണ്ട് പോയപ്പോ സുഖല്ലേനാ, അങ്ങനെ എടാ ചൂടുണ്ടാ, ഞാൻ നേരത്തെത്തിയാണ്, നോക്ക് ഇന്നെ കാണാൻ നേക്കില്ല, ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്, അത് ഇത് മറ്റേ തേങ്ങ. നേരെ കഴിഞ്ഞിട്ട് ഓനെ മറ്റേതുണ്ട്, നമ്മളെ പുതിയ റീൽ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ഓൻ അതിന്റെ പുതിയ റീൽ എടുക്കാനുള്ള കാണിച്ചു തരാണ്. എടാ ഇത് നമുക്ക് ചെയ്യാം, ഇത് അതിന്റെ പെണ്ണ് വെച്ചപ്പോൾ ഇത് പെണ്ണല്ല പൊട്ട, അത് പാട്ടണാറ് അജ്മലിന് കാണിച്ചു കൊടുത്തത്. റമദാൻ മാസം ഈ ചെക്കന് യാതൊരു ബോധവുമില്ല. അങ്ങനെ വന്ന പാട് അജ്മലും അൻഫാസും കൂടി തുടങ്ങി. തെന്റെയാളെ പേര് എപ്പോഴും എനിക്ക് മാറും. അങ്ങനെ ഇവരും എന്റെ അടുത്ത ഇതേപോലെ ഫോട്ടോ തേങ്ങ എന്ത് എടുക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മള് സർഫാസും വന്ന് റെയിൻബോന്റെ ശരിക്ക് പേര് എന്ത് തേങ്ങയാണ്, അക്ഷയ് അജ്മൽ എന്തോ തേങ്ങ പേരാണ്. എനിക്കൊന്നെ ആ റെയിൻബോ എന്ന് വിളിച്ച മയവില്ലേ കാണിച്ചിടാം. ഒരു കുട്ടി അൻഫാസിന്റെ അതൊക്കെ എന്നോട് പറഞ്ഞോ. ചട്ടി നോമ്പ് പിന്നെ ഇവിടെ പോക്കറ്റിലാക്കി കിട്ടിയില്ലേ കിസ് എടുക്കേ. അങ്ങനത്തെ ലാലേജ് മാളിൽ നിന്ന് പുറത്തിരിക്കുമ്പോൾ സോലത്തായ കുട്ടി എടുക്കണം. ആ പാവ കുട്ടിക്ക് കവർ വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്ത് ആ കുട്ടിയോട് സഹായിച്ചു കൊടുത്ത്. ഏതായാലും ഇപ്പൊ നോമ്പൊക്കെ അല്ലേ, റമദാൻ മാസമൊക്കെ അല്ലേ, അപ്പൊ ഒരു സഹായം ചെയ്ത് ആ എവിനാരും സഹായം ചെയ്ത് ലാഭല്ലേ. അങ്ങനെ ഞാൻ സഹായിച്ചു കൊടുത്ത്. പിന്നെ അൻഫാസ് ഈ കഷ്ടപ്പെട്ട് ഈ വള്ളം എങ്ങനെ അൻഫാസിന് കുടിച്ചാലോ കേട്ടോ. അൻഫാസിന് നോമ്പ് ഉണ്ട് എന്നാണ് അൻഫാസ് എല്ലാവരോടും പറയാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം.
ഇത് റെയിൻബോന്റെ പേര് അതുലിന് വേണ്ടിയാ വാങ്ങണം. ചില്ലറുണ്ട് ചോദിച്ച പ്രശ്നം കേട്ടോ. അങ്ങനെ മറ്റേ പെണ്ണേതോ മറ്റേ ആസാമിയാണ്. ചില്ലറുണ്ട് ചോദിച്ചാൽ കജാറും ചിരിച്ചു അങ്ങോട്ട് കീസിന്ന് തപ്പിക്കൊണ്ട് ചില്ലറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഈ ഡാവിന് ഇപ്പോഴും ഗൂഗിൾ പേ ഇല്ല. ഏതാ ഓൻ ജീവിക്കുന്ന കാലഘട്ടം ഈ ചങ്ങക്ക് ഇപ്പോഴും ഗൂഗിൾ പേ ഇല്ല. അതാണ് വലിയ അത്ഭുതം. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അങ്ങനെ ഏതായാലും ഇൻസ്റ്റയ്ക്ക് ആവശ്യമുള്ള ഹലോ ഗൈസ് ആണ് ഫസ്റ്റ് പാർട്ടിനുള്ള. പിന്നെ ഞാൻ ഒരു സത്യങ്ങളോട് പറയാം, ഞാൻ ഇൻസ്റ്റയിൽ ഇത്രയും കാലമുള്ള ഒരു പൈസ ഇത്രയും കാലം ആകെ 3 മാസമായിട്ടുള്ളൂ. ഇൻസ്റ്റങ്ങൾക്ക് വളർന്നു വരുന്ന ഈ 3 കാര്യം മതി. അതിൽ ഏതേ ഒന്ന് വേണം. ഒന്ന് അത്യാവശ്യം നല്ല ഗ്ലാമർ വേണം. അതെന്തായാലും പിന്നെ എനിക്കില്ല, പോട്ടെ. പിന്നെ കൈവേറിയാവണം. കഴിവാണെങ്കിൽ കുറച്ചൊക്കെ ഒപ്പിക്കുക. പിന്നെ 3ാമത്തെ കാര്യമാണ് ഏത് അല്ലെങ്കിൽ പിന്നെ പൊട്ടത്തരം വിളിച്ചേരാം. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അതിൽ 3 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇൻസ്റ്റീ വളർന്നു വരാൻ പറ്റും. ഞങ്ങൾക്ക് കാര്യമായിട്ട് പറഞ്ഞു. ഈ വന്ന ചെക്കന്റെ പേരാണ് അലി. അലിയാർ നമ്മൾ നിസ്സാരക്കാരനായി കണ്ട ഫ്രീലാൻസ് എഡിറ്ററാണ്. അതായത് മറ്റേ വലിയ യൂട്യൂബ് ചാനലുണ്ട്, ടൈം ഫോർ ഗ്രേറ്റ്നസ്, 6 ലക്ഷമൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങൾ എഡിറ്റിംഗ് വർക്ക് ഒക്കെ എടുക്കുക. നിങ്ങൾ കാണാൻ നല്ല സാലറി ഉണ്ട്. ഏകദേശം ഒരു 10-25 ഉറുപ്പിക സാലറി വാങ്ങണ്ടേ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചില ജോലിക്കല്ല സാലറി ഉണ്ടാവും, ചില ജോലിക്ക് സാലറി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് വരിക. സന്തോഷം കൂടുതലായിരിക്കും, ശമ്പളം കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ. നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ വെച്ച് എല്ലാവരും നോക്കി. അല്ലാതെ വെറുതെ കാലം കടിയിൽ നിന്നിട്ടും അങ്ങനെ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞുതരാണ്. അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറെ അലോഗൈസാണ് എടുത്ത് വെച്ചത്. ഇനി ഏതെങ്കിലും ക്ലിപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. ഞാൻ റെഡി എന്ന് പറയാം, റെഡി എന്ന് പറഞ്ഞിട്ട് മാറ്റണം. ഹലോ ഗായ്സ്. ഹായ്. ഹലോ ഗായ്സ്. ഹായ്. ഹായ്. ഹലോ ഗായ്സ്. ഹായ്. അങ്ങനെ ഞങ്ങൾ ഏതായാലും തല്ലിമാലിനെ മറ്റേ വീഡിയോ എടുക്കാനായിട്ട് പോയി. അൻഫാസ് കുറെ നേരം പറഞ്ഞു തല്ലിമാല അപ്പൊ തല്ലിമാല എടുക്കാനായിട്ട് പോവാം. നേരെ ഓളെടുത്തോണ്ട് കാര്യം പറയണം. അപ്പുറത്ത് പക്ഷെ എനിക്ക് ഒന്നുകൂടി ടേക്ക് എടുക്കണം. അതിൽ വേറെ എന്തോ മിസ്സായിടാ. ഡയലോഗ് കാണിക്കണില്ല. നേരെ ഓളോട് പോവാൻ കാര്യം പറയാം. അപ്പുറത്തേക്കില്ല പറ്റുമെങ്കിൽ. അങ്ങനെ ഏതായാലും കഴിച്ച് നേരെ റീലെടുത്ത് കണ്ട് ഞങ്ങൾ നേരെ മറ്റേ ഐലസ്മാലിന്റെ ബിസിനസ് പാർക്ക് പോയി. സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു, അതിനും വേണ്ടി പോയതാണ്. പിന്നെ അവിടെ നേരെ മുഖമൊക്കെ കഴിഞ്ഞു. മുഖം കഴിയുന്ന സീൻ കാണണം. ഇറ്റങ്ങളാണ് ഈ ഫേസ് വാഷ് ഇട്ടിട്ട് നിർത്തുന്നില്ല. എത്രമാതിരി സമയം അവിടെ പോയതാ നിങ്ങള്. വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. കല്ലായിലൊരു പെണ്ണുണ്ട്. മൗലാണ്ട്. അങ്ങനെ ഏതായാലും അവിടെ നേരം ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് പോയി. ഏത് ബിസിനസ് പാർക്കിന്റെ ഉള്ളിൽ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിഫ്റ്റ് കയറി ഇപ്പൊ ഞങ്ങളും പിന്നെ ഒരു താത്ത മാത്രം. പിന്നെ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കണം. ഞാൻ കിട്ടുള്ളൂ. നീട്ടി സൂമായിട്ട് क्या लड़का है तेरी हैंडसम वाह ऐसा तो എന്ത് പരിപാടി നോക്കിയല്ലേ? അങ്ങനെ ഏതായാലും അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ച് കണ്ട് പോയി. അതിൽ പ്രത്യേക രസമുണ്ട്. അജ്മൽ ആദ്യമായിട്ട് ബസ് കയറുന്നുണ്ട്. അവിടുന്ന് കുറച്ച് ടിക്കറ്റ് കിട്ടീന് മറ്റേ അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കണം. ഓൻ ഏതാ മുതലിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ ഏതായാലും കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. പുതിയ സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് നേരെ ബീച്ചിൽ ഉള്ളത്. അങ്ങനെ അൻഫാസും ബലൊക്കെ അവിടെ ലൈവ് ഇട്ടുകൊണ്ടപ്പോൾ റോട്ടും കൂടെ നടന്നത്. ഏതാ മൂട്. അങ്ങനെ ഏതായാലും ബീച്ചിൽ നേരെ നോമ്പറക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം വാങ്ങി. സർഫാസൊക്കെ കണ്ട നോമ്പെടുത്ത് ക്ഷീണം ഓൻ്റെ മുഖത്ത് കണ്ടു. ക്ഷീണം കാണുന്നേക്കോ ഇപ്പോൾ കണ്ണാടക്കോ മണിയായിട്ട് കണ്ടോളി. അങ്ങനെ നേരെ നോമ്പറന്ന് കണ്ട് ഞങ്ങൾ നേരെ നദി കുയ്മന്തി കണ്ടു വിട്ട് ഫുഡ് കഴിക്കണേ വിശന്നിട്ട് ചെയ്യാം. മന്തി കഴിക്കാൻ സുഹൃത്തുക്കളെ കടയെ കുറിച്ച് 2 വാക്ക്. ചെറിയ സ്റ്റോറി. ഇതാണ് കടയെ കുറിച്ചുള്ള 2 വാക്ക്. കടയെ കുറിച്ച് നല്ല കപ്പിൾസാണ്. നല്ല കപ്പിൾസാണ്. ഏതായാലും ഇവിടെ ബുക്ക് ചെയ്തോണ്ട് സീറ്റാണ് കിട്ടി. ഇങ്ങോട്ട് ഏതായാലും മന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. മന്തി വരുന്ന ടൈമോട് ഇവിടെ മയോണീസ് ഒക്കെ വന്നപ്പോ അൻഫാസ് ഉണ്ട്. ഓരോ പ്ലേറ്റ് എടുത്ത് കുറെ മയോണീസ് ഈ പ്ലേറ്റ് നോക്കി ഒരാൾ മറിച്ച് മന്തി തരാനും എനിക്ക് ടൈം കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൗറ്റരീക്ക് ഇത് നോക്ക്, മന്തിക്ക് പകരം മയോണൈസിന്റെ പ്രേമിച്ചാണ്. ഇത് മാത്രം കൊടുത്തല്ലേ? ഇത് ജസ്റ്റ് അല്ലേ?
കൗത്തിക്കോ മയോണൈസ് മാത്രം ചുളികേരി ഭാര്യ ഭർത്താവിന് ഒരു ഇത് കൊടുക്കുന്നു, വേണ്ട എന്ന് ഭർത്താവ് പറയുന്നു. അതെ അതെ ഒരാളെ അതിന് തീറ്റ ഇങ്ങനെ നിക്ക് ഇത് ഇതൊന്നും ഓർമ്മയിലേക്ക് എന്താ സർഫാസ് സർഫാസ് ഇതെത്താടത് ഇതൊക്കെ ബിരിയാണി ജമ്പല്ല പള്ളയുടെ കിണറോ അജ്മീർ കാജ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോയില് അൻസിനെ ചെറിയ ഭാഗം കണ്ടപ്പോ അൻസിന്റെ ഫ്രണ്ട്സ് കൊറേ വീഡിയോയില് അൻസിനെ അയച്ചു കൊടുത്ത് എന്നെ കാണുന്നില്ല. അൻസ ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അൻസ് ഉണ്ട് കേട്ടോ. ആ ഇതാണ് ആര്യ മീനാക്ഷി മക്കള് രണ്ടും തവളാച്ചി കുട്ടികളുടെ തരംഗം കണ്ണം ചിപ്പിക്കും രോമാഞ്ചവേള. ബീച്ചിലിറങ്ങിയിട്ട് ഞങ്ങള് 8 മില്യൺ വീഡിയോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് നമ്മള് ചെറിയ സെലിബ്രേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ 8 മില്യൺ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളോട് ചോദിച്ച് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ചെറിയ സെലിബ്രേഷൻ നടത്തി. അതായത് ഞങ്ങള് വെറുതെ ഒരു വാക്യം വീഡിയോ അതെ ചുമ്മാ എടുത്ത റീലായിരുന്നു. ആൾക്കാർക്കൊക്കെ റീല് കണ്ടുകണോ, ഞങ്ങളിപ്പോ സെലിബ്രേഷൻ ചെയ്യാൻ കൂടുന്നുണ്ടോ ചോദിക്കാം. അത്രേ ഉള്ളൂ. ചെറിയ പടക്കം അങ്ങനെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ഷാഹിദിന്റെ വക. പൂത്തിരി എനിക്ക് അതുപോലെ പൂത്തിരി അത് നമ്മളെ റീലിന്റെ അല്ലെ 8 മില്യൺ അടിച്ചു. ഓരോന്ന് പിടിച്ചോളി. 8 മില്യൺ അടിച്ചു കഴിച്ചു. ന്യൂ ഇയറിന്റെ അതെവിടെ ഷാനാസിനൊരു പൂത്തിരി. വട്ടത്തിട്ട് നോക്കാം. അങ്ങനെ ഏതായാലും ബീച്ചിൽ നിന്ന് അജ്മലിൽ ഒഡീസിയ പോയിട്ട് ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡല്ല, അതായത് മറ്റേ ബീച്ച് സൈഡിൽ ഉണ്ടാവുമല്ലോ, ഉപ്പിലിട്ടു. അങ്ങനെ കുറച്ച് സാധനം പാടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നോമ്പിന്റെ നീയത്താണ്ട് വെച്ചു. കേട്ടോളി നിങ്ങള്. ഈ കൊല്ലത്തെ അതായ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലക്ക് വേണ്ടി നോക്കി വിട്ടുവാൻ കഴിയും. അങ്ങനെ കുറച്ച് നടന്ന ബീച്ചിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും കോഴിക്കോട്. അവിടെ നേരെ ഞങ്ങൾ തിരുക്കുള്ള ടിക്കറ്റ് കൊടുത്താൽ ട്രെയിൻ വരാണ്ട് കാണും. അങ്ങനെ ഏതായാലും ട്രെയിൻ കയറിയപാട് ഓലൊക്കെ പെസ് കളിക്കൽ തുടങ്ങി. പിന്നെ നമ്മളീ ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഏതായാലും ഞങ്ങൾ നേരെ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ തിരു പോരും. അപ്പൊ നേരെ പെരി പോയി. ഈ വീഡിയോ ഫുള്ള് കാണുന്ന എനിക്കൊരു ഉറപ്പുമില്ല. ഓക്കെ, ഫുള്ള് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തരാം. എനിക്ക് മെസ്സേജ് അയക്കി ഫുള്ള് കണ്ടു പറഞ്ഞിട്ട്.